കേറ്റിയുടെ കൊലപാതകം കഴിഞ്ഞ് 4-ാം ദിവസം, അതായത് ജേമിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 3-ാം ദിവസം, കേറ്റിയുടെ സ്കൂളിൽ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ അവൾക്ക് മെമ്മോറിയൽ ട്രിബ്യൂട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. പൂവുകളും ടോയ്സും കേറ്റിക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ അവളുടെ ഫോട്ടോയ്ക്ക് ചുറ്റും ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? കേസ് അന്വേഷിക്കുന്ന നമ്മുടെ DIയും സ്കൂളിലെത്തിയിട്ടുണ്ട്. ജേമിയാണ് കേറ്റിയെ കൊന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തിനവൻ അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമല്ല. അതിനെപ്പറ്റി അന്വേഷിക്കാനും കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഒക്കെ ചോദ്യം ചെയ്യാനൊക്കെയാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മകൻ ആദമും ഇതേ സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിലെത്തി ആദ്യം തന്നെ ആദമിന് വോയിസ് അയക്കുന്നുണ്ട്. മോനെ, ഞാൻ നിന്റെ സ്കൂളിലുണ്ട്, അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്, ചിലപ്പോൾ നിന്റെ ക്ലാസ്സിലും വന്നേക്കും എന്ന് പറഞ്ഞു വെച്ചു. DI ഒറ്റയ്ക്കല്ല, പുള്ളിക്കാരൻ്റെ കൂടെ DS ഉണ്ട്. രണ്ടാളും ഒരുമിച്ചാണല്ലോ കേസ് അന്വേഷിക്കുന്നത്. ഇവരാണ് ഫെനുമോർ, ഇവിടുത്തെ ഒരു ടീച്ചറാണ്. ഇന്നിപ്പോൾ DIക്കും DSനും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇവരുടെ അന്വേഷണത്തിൽ ഇവരെ സഹായിക്കുന്നത് ഈ ടീച്ചറായിരിക്കും. ഇവിടെ കാണുന്ന ഈ പിള്ളേരെ കണ്ടില്ലേ? ഇവന്മാരാണ് ജേമിയുടെ അടുത്ത സുഹൃത്തുക്കൾ, റയാനും ടോമിയും. അന്ന് കൊലപാതകം നടക്കുന്നതിന് ഏകദേശം ഒരു 1.5 മണിക്കൂർ മുമ്പ് വരെ ഇവന്മാർ ജേമിയുടെ കൂടെ ഉണ്ടായിരുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് ഓൾറെഡി ഈ കുട്ടികളുടെ വീട്ടിൽ ചെന്ന് ഇവരെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. ഇവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇവർ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇരുവരുടെയും കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ റയാൻ ജേമിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ജേമി അത് വായിക്കാനുള്ള ചാൻസ് തീരെ കുറവാണ്. അവനിപ്പോൾ അകത്താണല്ലോ, അവന്റെ ഫോണെല്ലാം പിടിച്ചു വെച്ചിരിക്കുമല്ലേ. ടോമിക്കും റയാനും നല്ല പേടിയുണ്ട്. ഇനി കൂടുതൽ പ്രശ്നങ്ങളൊന്നും പോയി ചാടരുന്നുണ്ട്. പ്രത്യേകിച്ച് ടോമി വല്ലാണ്ട് അങ്ങ് പേടിച്ചിരിക്കുകയാണ്. ജേമി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയതുകൊണ്ട് തങ്ങൾ അവന്റെ ഉറ്റ സുഹൃത്തുക്കളായതുകൊണ്ടും ഇനിയിപ്പോൾ തങ്ങൾ ഇതിൽ പ്രതിയാകുമെന്നുള്ളൊരു പേടി. പിന്നീട് നമുക്ക് കാണിച്ചിരുന്നത് ഈ പുള്ളിക്കാരനെ കണ്ടില്ലേ? ഇവനാണ് ആദം, നമ്മുടെ DI ലൂക്കില്ലേ, അദ്ദേഹത്തിന്റെ മകൻ ആദം. ആദം ഒരു പോലീസുകാരന്റെ മകനാണെങ്കിലും സ്കൂളിൽ പിള്ളേരൊക്കെ ഇവനെ ബുള്ളി ചെയ്യാറുണ്ട്. ഇവിടൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് പണം കടം ചോദിക്കുന്നത്. കടം ചോദിക്കുവാണ്. നീ എനിക്ക് കുറച്ച് പൈസ തരുമോന്ന് ചോദിക്കുമല്ല, നീ എനിക്ക് തരണം, ഇല്ലേ കൂമ്പിനിട്ട് ഇടിക്കുമെന്ന് ഭീഷണി. ഇതൊക്കെ ടീച്ചേഴ്സ് കാണുന്നുണ്ടെങ്കിലും ഡെഡേ മാറിപ്പോടേ എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് ഒരു വഴിക്കും പോകും. രണ്ടുപേരും മാറിപ്പോകുന്നുണ്ടോ ഇവന്മാരെ പിടിച്ചു മാറ്റാനോ അതിനൊന്നും ടീച്ചേഴ്സിന് സമയമില്ല. ഇവിടെ ഇപ്പുറത്തെ നമ്മുടെ ടീച്ചർ ഫെനുമോർ DIയെയും DSനെയും ജെയ്ഡ് എന്നൊരു കുട്ടിയുടെ അടുത്ത് കൊണ്ടുവന്നു. കേറ്റിയുടെ അടുത്ത സുഹൃത്താണ് ഈ കുട്ടി. കേറ്റിയെ പറ്റിയും കേറ്റിയും ജാമിയുമായിട്ടുള്ള റിലേഷനെ പറ്റിയും, റിലേഷൻ മീൻസ് അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അവർ തമ്മിൽ എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവളോട് ചോദിച്ചറിയാൻ വേണ്ടിയാണ് വന്നത്. ജെയ്ഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഹലോ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പോയി പണി നോക്കടാ പന്നിന്ന് തിരിച്ചു പറയുന്ന കൊച്ചാണ് അവൾ. ഇവളെപ്പോഴും ഇങ്ങനെയാണോ ഒന്നും അറിയത്തില്ല. കേറ്റിയുടെ മരണത്തിന് ശേഷം ഇനിയിപ്പോൾ ആ മാനസികാവസ്ഥ കാരണം പറയുന്നതാണോ എന്തോ. നമ്മുടെ DI ജെയ്ഡിനോട് ജെയ്ഡ് ആക്ച്വലി താങ്ക്സ് ഉണ്ട് കേട്ടോ, നീ ഞങ്ങളോട് സംസാരിക്കാൻ വന്നല്ലോ. ആര് സംസാരിക്കാൻ വന്നു? അവിടെ കഴിച്ചുകൊണ്ടിരുന്ന എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നു എന്ന് പറ. അങ്ങനെ പറ, അത് ശരി. തിന്നോണ്ടിരിക്കുന്നതിനിടയ്ക്ക് പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിന് ദേഷ്യം വരാതിരിക്കുമോ? അത് പിന്നെ ജെയ്ഡ്, കേറ്റിയുടെ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. നിനക്ക് ഞാനൊരു കാർഡ് തരാം. ഇതിൽ സ്റ്റേഷൻ നമ്പറും ക്രൈം റെഫറൻസ് നമ്പറും ഒക്കെ ഉണ്ട്. സോ കേസിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഇത് നിനക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ജെയ്ഡ് ആ കാർഡ് വാങ്ങിയെങ്കിലും ഇതൊന്നും എനിക്ക് ആവശ്യമില്ലെന്നുള്ള മട്ടിൽ അവിടെ ഇട്ടു. ജെയ്ഡ്, ഞങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജേമി. അവൻ ക്രൈം ചെയ്യാൻ യൂസ് ചെയ്ത വെപ്പണോ എന്തിനാണ് ഈ ക്രൈം ചെയ്തതെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളോട് ഒന്ന് സഹകരിച്ചേ പറ്റത്തുള്ളൂ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ കേറ്റി, അവൾ എങ്ങനെയായിരുന്നു? അവളെ പറ്റി ഒന്ന് പറ. കേറ്റിയെ പറ്റി ചോദിച്ചപ്പോൾ ജെയ്ഡിന്റെ മറുപടിയോ നമ്മുടെ ഇൻസ്പെക്ടറുടെ മകൻ ആദമിനെ പറ്റി. നിങ്ങളുടെ ചെക്കനുണ്ടല്ലോ, അവൻ്റെ ഒരു ഭൂലോകം മൊണ്ണയാണ്. അവന്റെ കവളൊക്കെ കാണണം, ഇങ്ങനെ ഒട്ടി ഒതുങ്ങി ഒരുമാതിരി വൃത്തിയായിട്ട കോലത്തിലാണ് അവൻ. ഇവളുടെ സംസാരം കിട്ടാൻ 2 പൊട്ടിക്കാൻ തോന്നും. ബട്ട് നമ്മുടെ ഇൻസ്പെക്ടർ നല്ല കൺട്രോളുള്ള മനുഷ്യരായതുകൊണ്ട് ഞങ്ങളിവിടെ കേറ്റിയെ പറ്റി അന്വേഷിക്കാനല്ലേ വന്നത്. അവളെ പറ്റി പറ. അവൾക്ക് ബോയ്സുമായിട്ടുള്ള റിലേഷനൊക്കെ എങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് ഈ ജേമിയായിട്ട്? ജേമിയെ പറ്റി ഞാൻ പറയാം. കേറ്റി ജേമിയുടെ അടുത്ത് പോലും പോകത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ മൊണ്ണച്ചക്കൻ്റെ അടുത്തൊന്നും ഞങ്ങൾ പോകാറില്ല. അങ്ങനെയാണോ? ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. കേറ്റി ജേമിയുടെ പോസ്റ്റിലൊക്കെ കമന്റ് ചെയ്തിരിക്കുന്നത് കാണാലോ. ഇതും കൂടെ കേട്ടതോടെ ജെയ്ഡ് ഒരുമാതിരി അങ്ങ് പൊട്ടിത്തെറിച്ചു. അപ്പൊ നിങ്ങൾ എന്തോ പറഞ്ഞു വരുന്നേ? എന്റെ ഫ്രണ്ട് കേറ്റിയാണോ കുറ്റക്കാരി? അവൻ അവളെ കൊന്നത് അവളുടെ മിസ്റ്റേക്ക് ആണെന്നാ പറയുന്നേ? ജെയ്ഡ് പ്ലീസ് ഒന്ന് സമാധാനപ്പെടുക, നമുക്ക് സംസാരിക്കാം. ജെയ്ഡ് അടങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ജെയ്ഡിനോട് കൂടുതലൊന്നും ചോദിക്കാനില്ല, പൊക്കോളാൻ പറഞ്ഞു. DIയും DSും ജേമി പഠിച്ചിരുന്ന ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. 8ാം ക്ലാസ് G സെക്ഷൻ. ക്ലാസ്സിലെ പിള്ളേരൊക്കെ വൻ അലമ്പ് പിള്ളേരുന്നേ. ക്ലാസ്സിൽ വൻ അലമ്പ്. ഈ പീരീഡ് പഠിപ്പിക്കേണ്ട സാർ ഇത്രയും നേരമായിട്ട് ക്ലാസ്സിൽ വന്നിട്ടില്ല. സാർ എവിടെ പോയി കിടക്കുവാണോ? ഭയങ്കര മോശം, പിള്ളേരെക്കാൾ മോശം. ഡിറ്റക്റ്റീവ് കുട്ടികളോട് നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ, നിങ്ങളുടെ കൂടെ പഠിച്ച കേറ്റി എന്ന കുട്ടി കൊല്ലപ്പെട്ടു. കേട്ട ഉടനെ ക്ലാസ്സിലുള്ളൊരു ചെക്കൻ, സാർ അത് ചെയ്തത് ജേമിയാണോ? ഞങ്ങൾക്കറിയാം, ആ മണ്ടൻ തന്നെ, അവൻ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. ഒരു ബോധമില്ലാത്ത പിള്ളേരുന്നേ. സ്റ്റുഡൻസ് പ്ലീസ് അടങ്ങിയിരിക്കൂ. ഞങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അയാൾ യൂസ് ചെയ്ത മർഡർ വെപ്പൺ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ കുട്ടികളെ, നിങ്ങൾക്കറിയാവുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ഞങ്ങളുടെ അടുത്ത് പറയണം. ഇന്നേരമാണ് ഈ പീരീഡ് പഠിപ്പിക്കേണ്ട സാർ അങ്ങോട്ട് കയറി വരുന്നത്. ഉടനെ പിള്ളേർ പിന്നെയും അലമ്പ്. സാറിനോട് വരെ ചൊറിഞ്ഞ് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഡിറ്റക്റ്റീവ് അദ്ദേഹത്തിന്റെ കാർഡ് സാറിനെ ഏൽപ്പിച്ചിട്ട്, ഞാൻ എൻ്റെ കാർഡ് നിങ്ങളുടെ സാറിനെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു കൊച്ചിനോടും ഒരു ക്ലാസ്സിലും കയറി സംസാരിച്ചപ്പോൾ തന്നെ ഡിറ്റക്റ്റീവ്സിനും മതിയായി. ഇതെന്തോന്ന് സ്കൂൾ ഇത്? സാറുമാർക്കും അച്ചടക്കമില്ല, പിള്ളേർക്കും അച്ചടക്കമില്ല, ഒരുമാതിരി വൃത്തികെട്ട സ്മെല്ലും. ശേഷം ഇവർ 10ാം ക്ലാസ്സിലേക്കാണ് ചെല്ലുന്നത്, നമ്മുടെ DIയുടെ മകൻ ആദം പഠിക്കുന്ന ക്ലാസ്സിലേക്ക്. അവിടെ എത്തിയപ്പോൾ സാറ് ഡിറ്റക്റ്റീവ്സിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ആദമിന്റെ അച്ഛനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ പിള്ളേർ ആദമിനെ കളിയാക്കുന്നു. എല്ലാം കണക്കാണെന്നേ. വളരെ കുറച്ച് പിള്ളേർ മാത്രമേ അടങ്ങി ഒതുങ്ങി പോകുന്നുള്ളൂ. വേണമെങ്കിൽ കുട്ടികളെ 2 തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ബുള്ളി ചെയ്യുന്നവരും മറ്റൊന്ന് ബുള്ളി ചെയ്യപ്പെടുന്നവരും. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഏതായാലും ഡിറ്റക്റ്റീവ് വന്ന കാര്യം കുട്ടികളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഫയർ അലാം അടിച്ചു. ഇതെന്താണ് ഈ സമയത്ത് ഒരു ഫയർ അലാം? എവിടെയെങ്കിലും തീ പിടിച്ചോ? എന്തോ പറ്റി, അല്ലെങ്കിൽ എന്തോ ഒരു ഗ്ലിച്ചാണ്. ഏതായാലും കുട്ടികളെല്ലാം പുറത്തിറങ്ങി എല്ലാവരെയും ടെന്നീസ് കോർട്ടിലേക്കാണ് കൊണ്ടുചെല്ലുന്നത്. സ്റ്റുഡൻസിനെ ഇങ്ങനെ ലൈനായിട്ട് അറേഞ്ച് ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ നമ്മുടെ ജെയ്ഡ് ഉണ്ടല്ലോ, ആ കൊച്ചു ഓടി ചെന്ന് റയാനെ അടിച്ച് താഴെയിട്ട് അവനെ ചവിട്ടി കൂട്ടുന്നു. എന്തിനാണ്
എൻ്റെ ഫ്രണ്ട് കേറ്റിയെ കൊന്നു എന്നൊക്കെ ചോദിച്ച് റയാനെ തല്ലുന്നു. ആദ്യം കണ്ടപ്പോഴേ തോന്നിയില്ലായിരുന്നു ജെയ്ഡിന് എന്തോ പ്രശ്നമുണ്ട്, ഇവള് വെറുതെ ഓവറായിട്ട് റിയാക്റ്റീവാണ്. കേറ്റിയെ കൊന്നത് ജെയ്മിയാണെന്ന് കുട്ടികൾക്ക് എല്ലാം അറിയാം. എന്നിട്ടും ജെയ്മിയുടെ സുഹൃത്തായിട്ടുള്ള റയാനെ ചെന്ന് അടിക്കേണ്ട ആവശ്യം എന്താണ്? ഓർ ഇവൾക്ക് എന്തെങ്കിലും കാര്യം അറിയാവോ? ഇവന്മാരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് കൊലപാതകം നടത്തിയതാണോ? എന്തായാലും തല്ലുകൊണ്ടിരിക്കുന്ന റയാനെ രക്ഷിക്കാൻ കൃത്യസമയത്ത് സാറുമാർ അവിടെ വന്ന് ഇവളെ പിടിച്ചു മാറ്റി. റയാന് കുറേ അടികൊള്ളേണ്ടി വന്നു. ഇങ്ങനെ ആയതോടെ നമ്മുടെ ഡിറ്റക്റ്റീവിന് റയാനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. റയാൻ്റെ അടുത്ത് നിന്ന് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് കംഫർട്ടബിൾ ആക്കി. അത് പിന്നെ റയാൻ, ജാമിയുടെ മോട്ടീവ് എന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് അവൻ കേറ്റിയെ കൊന്നത്? നീ എന്തെങ്കിലും നോട്ടീസ് ചെയ്തായിരുന്നോ? ലൈക്ക് അവൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം, അന്ന് അവൻ എന്തെങ്കിലും അബ്നോർമലായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ഓർ ഈവൻ അവൻ എങ്ങനെയായിരുന്നു, ഹാപ്പി ആയിരുന്നോ എന്ന്? ഇതിന് റയാൻ്റെ മറുപടി ജെയ്മി എല്ലാ ദിവസത്തെ പോലൊക്കെ തന്നെയായിരുന്നു, നോർമലായിരുന്നു എന്നാണ്. ശരി, ഈ കേറ്റിയും ജെയ്മിയും എങ്ങനെയായിരുന്നു? കേറ്റിയെ പറ്റി ജെയ്മി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല റയാൻ. ഞാൻ ഉദ്ദേശിച്ചത് ഈ കേറ്റിയും ജെയ്മിയും തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നോ? അങ്ങനെയൊന്നും അല്ല സാർ, അവർ ഫ്രണ്ട്സ് ഒന്നും അല്ലായിരുന്നു. ജസ്റ്റ് ഒരു സ്കൂളിൽ പഠിക്കുന്നു, അത്രയൊക്കെ ഉള്ളായിരുന്നു. ഓക്കെ, ജെയ്മി യൂസ് ചെയ്ത വെപ്പൺ അത് പിന്നെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചു വന്നപ്പോഴേക്കും റയാൻ പെട്ടെന്ന് എണീറ്റ്, ഇല്ല എനിക്ക് ക്ലാസ്സിൽ പോകണം, എനിക്ക് ടൈമായി എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അവിടെ ഇറങ്ങി പോവാണ്. ഇതേ സമയം ബെയ്ലി എന്നൊരു ടീച്ചറിൻ്റെ കൂടെ ക്ലാസ് റൂമിൽ ഇരിക്കുവാണ് ജെയ്ഡ്. ബെയ്ലി മിസ് മാക്സിമം ഇവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവൾ ഒട്ടും അങ്ങോട്ട് സമാധാനപ്പെടുന്നില്ല. ശരിക്കും ജെയ്ഡിന്റെ പേടി കാരണമാണ് പുള്ളിക്കാരി ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ജെയ്ഡിനുണ്ടായിരുന്ന ഒരേ ഒരു സുഹൃത്താണ് കേറ്റി. ഇവൾക്കധികം സുഹൃത്തുക്കളൊന്നുമില്ലായിരുന്നു, ആരും അങ്ങനെ അടുപ്പിക്കത്തില്ലായിരുന്നു. കേറ്റി മാത്രമേ ഇവൾക്കൊരു ട്രൂ ഫ്രണ്ട് എന്ന് പറയാനായിട്ടുള്ളായിരുന്നു. കേറ്റിയുടെ വിയോഗം ഇവളെ ഒരുമാതിരി അങ്ങ് വല്ലാത്ത അവസ്ഥയിലെത്തിച്ചു. ജെയ്മിയോടും ജെയ്മിയുടെ സുഹൃത്തുക്കളോടും ഒക്കെ ഇവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ആ വാശിപ്പുറത്താണ് ഇപ്പൊ റയാനെ പോയി അടിച്ചത് പോലും. എന്തൊക്കെയാണെങ്കിലും കൊച്ചിന് നല്ല പേടിയുണ്ട്. പോലീസ് വരുമോ, ഇനി അന്വേഷണം ഉണ്ടാവോ, ഇതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ മിസ്സിനോട് ചോദിക്കുന്നുണ്ട്. മിസ് ബെയ്ലി ഇവളുടെ വിഷമങ്ങളൊക്കെ കേട്ട് ഇവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ജെയ്ഡിന് അതൊന്നും പറ്റുമായിരുന്നില്ല. ഒരുമാതിരി വിഷമോ സങ്കടമൊക്കെ വന്നിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങിയ ഒറ്റ പോക്ക്. ഇതിനും ശേഷം നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ മകൻ ആദമുണ്ടല്ലോ, അവൻ നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തോട് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുവാണ്. ഡിഐയും എന്താ കാര്യം തിരക്കിയപ്പോൾ ഇപ്പം നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ന്യൂജൻ ടേംസ് ആണ്, ഡിറ്റക്റ്റീവിന് ഇത് മനസ്സിലാകുമെന്ന് അറിയില്ലെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അച്ഛാ, അത് പിന്നെ കേറ്റി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ കാണുമ്പോൾ വളരെ നോർമലായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ഒന്നും അർത്ഥം അങ്ങനെയല്ല. ഡൈനാമൈറ്റ്, ആക്ച്വലി ഇത് ഇൻസെൽ അല്ലെങ്കിൽ മാനോസ്ഫിയർ ഐഡിയോളജീസ് അതൊക്കെയാണ് അവൾ ഉദ്ദേശിച്ചത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന റെഡ് പിൽ, ബ്ലൂ പിൽ അതൊക്കെ ഈ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. ആദം, നിർത്ത്, ഇതെന്താ ഇത് മെട്രിക്സിന്റെ കഥ പറയുന്നു? അതല്ല ചാ, ഇതിൽ കൊടുത്തിരിക്കുന്ന റെഡ് പില്ലിന്റെ അർത്ഥം ഐ സീ ദ ട്രൂത്ത്, ഞാൻ സത്യത്തെ കാണുന്നു. അതൊരു മാനോസ്ഫിയർ ടേമാണ്. അവിടെ മെൻസ്, മസ്കുലിനിറ്റി, ജെൻഡർ റോൾസ്, റിലേഷൻഷിപ്സ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ആക്ച്വലി ഇതൊക്കെ മെൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയതാണെങ്കിലും ഇപ്പം അത് പോകുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. വന്ന് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയോളജിയായി മാറി. ഇവിടെ ഒരു 80-20 റൂള് പറയും. അതായത് ഈ ലോകത്തുള്ള 80% വുമൺ 20% മെയിൽസിനെയാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഡിറ്റക്റ്റീവിനൊന്നും മനസ്സിലാവുന്നില്ല. മോനെ ആദം, നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലടാ. അത് പിന്നെ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, 80% വുമൺ 20% മെന്നെയാണ് നോക്കുന്നത്. വുമണിനെ അട്രാക്ട് ചെയ്യാൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ട്. അല്ലാത്ത ബാക്കിയുള്ള നോർമൽ മെന്നിനെ വുമൺ മൈൻഡ് ചെയ്യുന്നില്ല. സോ അങ്ങനെ വന്നപ്പോൾ റിലേഷൻഷിപ്പ് ഇല്ലാത്ത സിംഗിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഇൻസെൽ എന്ന് വിളിക്കും. ജാമിയെ കേറ്റി ഇതുപോലെ കളിയാക്കി വിളിച്ചിട്ടുണ്ട് അച്ഛാ. അവൾ പോസ്റ്റ് ചെയ്യുന്ന കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് നോർമലാണ്, പക്ഷേ ഇതൊക്കെ അറിയുന്ന ഒരാൾക്ക് അവൾ ശരിക്കും ജാമിയെ കളിയാക്കിയതാണെന്ന് മനസ്സിലാവും. മോനെ, അതിന് ജാമിക്ക് 13 വയസ്സല്ലേ ഉള്ളൂ. ഈ പ്രായത്തിൽ ഒരു പെണ്ണ് കളിയാക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ അല്ലാച്ചാ അത് ശരിക്കും കൊള്ളും, എനിക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് ആദം അങ്ങോട്ട് പറഞ്ഞു വന്നപ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് ഡിറ്റക്റ്റീവ് മനസ്സിലാക്കുന്നത്. ഇതുവരെ പറഞ്ഞ സംഭവങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവത്തില്ല. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരാളുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുക. ഇവിടെ ഒരു 10-13 വയസ്സായിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ 25 വയസ്സായ ഒരാളുടെ കാര്യം എടുക്കാം. ജീവിതത്തിൽ ഇതുവരെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല, സിംഗിൾ ആയിട്ട് ഇതേ പോകുന്നു. എന്നാൽ ഒരു വുമൺ വേണം, തനിക്കായിട്ടൊരു ഗേൾ വേണമെന്ന് ആഗ്രഹം മാത്രമുണ്ട്, വർക്കൗട്ട് ആക്കി എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള മെന്നിനെയാണ് ഇൻസെൽ എന്ന് വിളിച്ച് കളിയാക്കുന്നത്. ജീവിതകാലം മുഴുവൻ അവൻ വിർജിൻ ആയിരിക്കും എന്നുള്ള കുറ്റപ്പെടുത്തലും അത്തരത്തിലുള്ള ടോക്സ് ഒക്കെ വന്നിട്ട് അവനെ അങ്ങ് കളിയാക്കി അങ്ങ് ഇല്ലാണ്ടാക്കും. ഇതൊക്കെയാണ് ഇവർക്കിടയിലും സംഭവിച്ചിട്ടുള്ളത്. കേറ്റി ഇത്തരത്തിൽ ജാമിയെ കളിയാക്കിയിട്ടുണ്ട്. ഒബ്വിയസ്ലി ഒരു മെയിലിന്റെ ഈഗോയെ അത്രത്തോളം ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ റിയാക്ട് ചെയ്യും. ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ജെയ്മി ഇവിടെ വരും വരാഴിയെ പറ്റി ആലോചിക്കാതെ അവന്റെ ഈഗോ ഹേർട്ടായപ്പോൾ അവളെ അങ്ങ് കൊന്നുകളഞ്ഞു. ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് അവനെ ലീഡ് ചെയ്തത് കേറ്റിയാണെന്നാണ് ആദം പറഞ്ഞു നോക്കുന്നത്. ഇതൊക്കെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ മാത്രം സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ആണോ ചോദിച്ചാൽ ശരിക്കും അതേ എന്ന് പറയേണ്ടി വരും. പേരൻറ്റിംഗ് കൊണ്ട് മാത്രം കുട്ടികൾ കൺട്രോൾഡായി നിൽക്കത്തില്ല. മനുഷ്യന്റെ കമ്പയറിംഗ് സ്വഭാവം, കുട്ടികളായിരിക്കുമ്പോൾ ഇത് കുറേ കൂടുതലായിരിക്കുമല്ലോ. കൂടെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്, എനിക്കില്ല. അവൻ ഇതൊക്കെ കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ, എങ്ങനെയും ഏത് രീതിയിലും ഇതൊക്കെ നേടിയെടുത്തിരിക്കണം എന്നുള്ള ചിന്ത, ഇതിനൊക്കെ വളവിട്ട് കൊടുക്കാനായിട്ട് ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോംസും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് ശോകം ഒടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തെപ്പറ്റി ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ കൂടുതൽ നമ്മൾ ഫീഡ് വരുന്നത്. നോർമലായിട്ട് ചിന്തിക്കേണ്ട നമ്മൾ ഈ വക പോസ്റ്റുകളും റീൽസും ഒക്കെ കണ്ടിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് അതിനനുസരിച്ച് മാറി ചിന്തിക്കും. എന്ത് ചെയ്യുമെന്നറിയാം
അറിയാതെ കൺഫ്യൂസ് ആയിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള റീൽസ് ഒക്കെ വരുമ്പോൾ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതിന്റെ വരും വരാഴികയെ പറ്റി ചിന്തിക്കില്ല. ഇത്തരത്തിലൊരു ജനറേഷൻ മുഴുവൻ മാനിപ്പുലേറ്റഡ് ആണെന്ന് പറയേണ്ടി വരും. മറ്റൊരാളെ അതേപടി അനുകരിക്കാൻ ശ്രമിക്കുക, അവരെന്ത് നേടുന്നു അത് അതുപോലെ നേടാൻ ശ്രമിക്കുക. കോടികളുള്ളവൻ ചെയ്യുന്നത് കോടിമുണ്ട് വാങ്ങാൻ വകയില്ലാത്തവൻ അനുകരിക്കുന്ന അവസ്ഥ. ഈ ജനറേഷനിലെ മെസ്സേജസ് അയക്കുമ്പോൾ അതിലും കൂടുതലും കോഡ് ലാംഗ്വേജസ് യൂസ് ചെയ്യും. നമ്മളൊക്കെ വളരെ സാധാരണമായി കണ്ടിരുന്ന ഇമോജീസിനൊക്കെ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഹാർട്ട് ഷേപ്പ് ഇമോജി, ലവ്. ഓരോ കളറിലുള്ള ലവിനും ഓരോ അർത്ഥങ്ങളുണ്ട് അത്രേ. റെഡ് എന്ന് പറഞ്ഞാൽ ലവ്, പർപ്പിൾ ഹോർണി, യെല്ലോ ലവ് അയച്ചാൽ എനിക്ക് താല്പര്യമുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. പിങ്ക് അയച്ചാൽ ഞാൻ നിന്നിൽ ഇൻട്രസ്റ്റഡ് ആണ് ബട്ട് സെക്സ് വേണ്ട. ഓറഞ്ച് അയച്ചാൽ നിനക്ക് പ്രശ്നം ഒന്നും ഉണ്ടാവത്തില്ല, നീ സേഫ് ആണെന്ന് സൂചിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഡിറ്റക്റ്റീവ്, അല്ലടാ ഞാൻ നിന്റെ അമ്മയ്ക്ക് റെഡ് കളർ ലവ് അയക്കുമായിരുന്നു, അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് തന്നെയല്ലേ, വേറെ അർത്ഥമൊന്നുമില്ലല്ലോ. പാവം മനുഷ്യൻ, എന്തോരം കേസ് തെളിയിച്ചിട്ടുള്ളതാ. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഈ ടേംസ് ഒക്കെ കേട്ടിട്ട് പുള്ളി എന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളിലൂടെ കേറ്റി ജേമിയെ ബുള്ളി ചെയ്തിരുന്നു എന്നാണ് ഇവൻ പറയുന്നത്. ഓക്കെ അതും എനിക്ക് മനസ്സിലായി. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഓക്കെ അല്ലേ? ഈ ഇൻസ്റ്റ സ്റ്റഫ് ഇതൊന്നും നിന്നെ അഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ. ദേ നോക്ക്, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ആരെങ്കിലും നിന്നെ ബുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയണം, മനസ്സിലായോ? അതും എല്ലാത്തിനും ഓക്കെ പറഞ്ഞ് തിരിച്ച് ക്ലാസ്സിൽ പോയി. ഇതിനുശേഷം ഡിറ്റക്റ്റീവ് വീണ്ടും റയാനോട് സംസാരിക്കാൻ ചെല്ലുവാണ്. നേരത്തെ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴും അവൻ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ടായിരുന്നല്ലോ. അവൻ എന്തോ മറക്കുന്നുണ്ടെന്ന് ഡിറ്റക്റ്റീവിന് തോന്നിയിട്ട് വീണ്ടും അവനോട് സംസാരിക്കാൻ ചെന്നപ്പോൾ ചെക്കന്താ ക്ലാസ്സിൽ നിന്ന് ജനാല വഴിയെടുത്ത് പുറത്ത് ചാടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഡിറ്റക്റ്റീവ് അവൻ്റെ പിന്നാലെ ഓടി ചെന്ന് അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു. സ്കൂൾ കോമ്പൗണ്ട് കഴിഞ്ഞ് റോഡും ക്രോസ് ചെയ്ത് സ്ട്രീറ്റിന്റെ അപ്പുറത്തെ സൈഡിൽ ചെന്ന് അവിടെ കൂടെ ഓടിപ്പോകുന്ന റയാനെ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോ ഓടിച്ചിട്ട് പിടിച്ചു. റയാൻ സത്യം പറയണം, കേറ്റിയെ കുത്തിക്കൊല്ലാൻ യൂസ് ചെയ്ത കത്തിയെ പറ്റി ചോദിച്ചപ്പോഴാണ് നേരത്തെ നീ ഒഴിഞ്ഞു മാറിയത്. നിനക്ക് എന്തോ അറിയാം, എന്താ അത്? സത്യം പറടാ. ആദ്യമൊക്കെ അവൻ ഒഴിഞ്ഞു മാറിയെങ്കിലും നമ്മുടെ ഡിറ്റക്റ്റീവ് ശരിക്കും ഒന്ന് വിരട്ടിയപ്പോൾ ചെക്കൻ സത്യം പറഞ്ഞു. ജേമി കേറ്റിയെ കുത്തിക്കൊല്ലാൻ യൂസ് ചെയ്ത ആ കത്തി ഇവന്റെ കത്തിയാണ്, റയാൻ ജേമിക്ക് കൊടുത്തതാണ്. അവളെ കൊന്നു കഴിഞ്ഞ് ജേമി ആ കത്തി എന്ത് ചെയ്തു എന്നറിയില്ല. ഏതായാലും കത്തി റയാന്റേതാണെന്ന് വരുന്നതോടെ റയാനും ഈ കേസിൽ പ്രതിയാണല്ലോ. തുടർന്ന് ഇവനെയും അറസ്റ്റ് ചെയ്യുന്നു. റയാനെ സ്റ്റേഷനിലേക്ക് മാറ്റി DS-ഉം തിരികെ പോയി. ശേഷം നമ്മുടെ ഡിറ്റക്റ്റീവ് അദ്ദേഹത്തിന്റെ മകനോട് സംസാരിക്കാൻ ചെല്ലുവാണ്. ആദം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ കേസിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെങ്കിലും അവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇദ്ദേഹത്തിന് ഒരുപാട് അങ്ങ് പേടിയായിരുന്നേ. ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള പോലെയല്ല കുട്ടികൾ ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒന്നും യൂസ് ചെയ്യുന്നത്. 2 ദിവസം മുന്നേ ആദം ഇദ്ദേഹത്തിന്റെ ഒരു വോയിസ് അയച്ചിരുന്നല്ലോ. അവന് ചുമയാണ്, വയറുവേദനയാണ്, സ്കൂളിൽ പോകണമെന്നൊക്കെ ചോദിച്ച്. സാധാരണ ഏതൊരു പേരന്റും അത് പിള്ളേരുടെ ജസ്റ്റ് ഒരു അടവാണ്, സ്കൂളിൽ പോകാതിരിക്കാനുള്ള ഒരു അടവാണ് എന്നേ ചിന്തിക്കൂ. എന്നാൽ അതിന് പുറകിലുള്ള റീസൺ ചിന്തിക്കില്ല. എന്തുകൊണ്ട് അവൻ സ്കൂളിനെ വെറുക്കുന്നു എന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഡിറ്റക്റ്റീവിന്റെ മുന്നിൽ വെച്ച് പോലും കുട്ടികൾ ആദമിനെ കളിയാക്കുന്നത് ഇദ്ദേഹം കണ്ടു. തന്റെ മകൻ ഉൾപ്പെടെയുള്ള ഈ ജനറേഷനിലെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും കുട്ടികളോട് അതിനെപ്പറ്റി ഓപ്പണായിട്ട് സംസാരിക്കാതിരിക്കുന്നതൊക്കെ തന്റെ പരിമിതിയാണെന്ന് മനസ്സിലാക്കി ആദമിനോട് അവനുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഇരുവർക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി അത് അങ്ങനെ ആയിരിക്കുമല്ലോ. ആ ഗ്യാപ്പ് അങ്ങ് നികത്തി എന്ത് കാര്യവും തന്നോട് പറയുന്ന അവസ്ഥയിലേക്ക് മകനെ എത്തിക്കുക എന്നുള്ളതാണ് ഡിറ്റക്റ്റീവിന്റെ ഉദ്ദേശം. അങ്ങനെയൊക്കെ ഓരോന്ന് ചോദിച്ച് അവനെ കംഫർട്ടബിൾ ആക്കി ഓരോന്നിങ്ങനെ സംസാരിച്ച് ഇരുവരും അവിടുന്ന് പോകുന്നു. അതോടൊപ്പം തന്നെ ജെയ്ഡിനെയും കാണിക്കുന്നുണ്ട്. ഇവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. നമ്മൾ കണ്ടതാണ് ഇവളുടെ അവസ്ഥയൊക്കെ. ഇവൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആരുമില്ല. ആകെയും പുകയും ഉണ്ടായിരുന്ന ഒരേ ഒരു സുഹൃത്ത് കേറ്റി കൊല്ലപ്പെട്ടു. ഇവളുടെ ടീച്ചർ ഇവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ടീച്ചറിനോട് പോലും എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല അവൾ. അവളെ മനസ്സിലാക്കി, അവളുടെ സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കാൻ ആരും അവളോടൊപ്പം ഇല്ല. അതിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടും അവളുടെ മുഖത്ത് പ്രകടമാണ്. ഇതേ സമയം തന്നെ ജേമിയുടെ അച്ഛൻ എഡ്ഡി സ്കൂളിലെത്തി കേറ്റിക്ക് മെമ്മോറിയൽ ട്രിബ്യൂട്ട് കൊടുത്തിരിക്കുന്ന അവിടെ കൊണ്ട് പൂ വെക്കുന്നതും കാണിക്കുന്നുണ്ട്. കേറ്റിയുടെ മരണത്തിൽ ഇദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ട്. തന്റെ മകന്റെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു മിസ്റ്റേക്ക് വരുമെന്ന് ഇദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതേ അല്ല. അവിടെയാണ് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ കറക്റ്റ് സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെച്ചാൽ അതിലൂടെയും എല്ലാ എപ്പിസോഡുകളും കറക്റ്റ് ഓർഡറിൽ കാണാം. പുതിയ ജനറേഷൻ പുതിയ രീതിയിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, പുതിയ ടേംസ് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും. ഇത് ഒരു ജനറേഷൻ്റെ മാത്രം പ്രശ്നമല്ല. ഇതിന് മുന്നേ ഉള്ള ജനറേഷനിലും ഇത്തരത്തിൽ പല കാര്യങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ ജനറേഷനെ മാത്രം കുറ്റം പറഞ്ഞ് ഇതെല്ലാം ഇവരുടെ കുഴപ്പം എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരു കാലത്ത് ഗുഡ് പേരൻറ്റിംഗ് എന്ന് വിചാരിച്ചിരുന്നത് മക്കളെ തല്ലി വളർത്തുന്നതാണ്. അതാണോ ശരി? ഒരിക്കലും അല്ലേ അല്ല. കുട്ടികളും പേരൻസുമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, കണക്ഷൻ ഇല്ല, ഇന്നത്തെ കാലം നശിച്ചു പോയി എന്നൊക്കെ പറയുന്നവർ ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ മുന്നേ ഉള്ള ജനറേഷനിലെ സ്വന്തം അപ്പൻ്റെ അമ്മയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം പോലും പിള്ളേർക്കില്ലായിരുന്നു എന്നുള്ളതാണ്. വരച്ച വരയിൽ നിർത്തിയാണ് ഞാൻ ഇവരെ വളർത്തിയതെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നത്തെ കൂട്ട് ന്യൂസ് വാല്യൂ അത്രത്തോളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയാതെ പോയിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ. അടുത്ത ഭാഗം അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ പ്ലേലിസ്റ്റിലും ആഡ് ചെയ്തിട്ടുണ്ടാവും. മിസ്സാവാതിരിക്കാൻ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുന്ന കാര്യം പരിഗണിക്കാം.